അപ്പൊ ഇന്ന് നല്ല അടിപൊളി ചൂരമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ അത് കൊല്ലം സ്റ്റൈലില് സൗമ്യ കറി വെക്കണതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും പറയട്ടെ. മൺചട്ടി ചൂടാക്കിയിട്ട് അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. പൊട്ടിക്കാം. അപ്പൊ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച സവോള ചേർത്ത് കൊടുക്കാം കേട്ടോ. സവോളയെക്കാട്ടി കുറച്ചും കൂടി കുഞ്ഞുള്ളി ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. ഞാനിപ്പോ ഇവിടെ സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നേരി ഒന്ന് ഈ പച്ചക്കുത്തൊക്കെ മാറി ബ്രൗൺ നിറമാകുന്നവരൊന്നും വരുത്തണം കേട്ടോ. സവോള വഴണ്ട് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇവിടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കാം. ആദ്യമേ മുളക് പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഉണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി. ഇവ രണ്ടും കൂടി നല്ലോണം വെള്ളം ചേർത്തൊരു പേസ്റ്റ് രൂപത്തിലാക്കാം കേട്ടോ. ഇത് ചെയ്യണമെന്ന് വെച്ചാല് ഈ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് പേസ്റ്റ് രൂപത്തിൽ ഈ ഒരു പരുവത്തിലാക്കി വെക്കാം. അപ്പൊ നമ്മുടെ സവാളയൊക്കെ നല്ലോണം വഴണ്ട് നല്ല ലൈറ്റ് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ചതച്ച് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് പോകുന്ന 2 പച്ചമുളകും പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റാം കേട്ടോ. പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പൊ അരപ്പ് ചേർക്കുന്ന നേരത്ത് ഫ്ലെയിം നല്ലോണം ലോ ഫ്ലെയിം ആക്കി വെക്കണം കേട്ടോ. എന്നിട്ട് പലരും വെക്കുന്ന ഇത് നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന ഒരു രീതിയിലാട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. മസാലയും ഈ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ നമ്മുടെ മസാലയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നമ്മുടെ മസാലയൊക്കെ പച്ചക്കുത്ത് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്താൻ വെച്ച് കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സ് നല്ലോണം ഒന്ന് ജസ്റ്റ് തിളച്ച് വരണം. അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ ചാറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മൺചട്ടിയുടെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ കറിയൊക്കെ ഒന്ന് നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമ്മള് മീൻ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ കറിയൊക്കെ തിളച്ച് നല്ലോണം പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉലുവപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവപ്പൊടി ചേർത്തതിന് ശേഷം ഒരു പച്ച വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ മണത്തിനൊക്കെ ആയിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും നമ്മള് തവിയിട്ട് ഇത് ഇളക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഇതെപ്പോഴും നമുക്ക് ഒന്ന് തണുത്ത് മാറിയതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടുക കേട്ടോ. ഇപ്പൊ ഇന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒക്കെ കൂടും കേട്ടോ.